നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. CPMൻ്റെ അടിത്തറ വോട്ടുകളെ പറ്റി പറയുമ്പോൾ എല്ലാവരും തത്വത്തിൽ സമ്മതിക്കുന്ന ഒരു കാര്യമാണ് അവരുടെ പ്രധാനപ്പെട്ട അടിത്തറ വോട്ടെന്നത് ഈഴവ വോട്ടുകൾ ആണെന്ന്. എന്നാൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിൽ സാമാന്യം നല്ല രീതിയിൽ തന്നെ ചോർച്ച സംഭവിച്ചിരിക്കുന്നു. കുറേയേറെ ഈഴവ വോട്ടുകൾ BJPയിലേക്ക് പോയി എന്ന് CPMന് വരെ സമ്മതിക്കേണ്ടി വരുന്നു. പക്ഷേ ഇത് മാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മുസ്ലിം വോട്ടുകൾ അവർക്ക് ധാരാളമായി കിട്ടാറുണ്ട്. എന്നാൽ അതേ മുസ്ലിം വോട്ടുകൾ തന്നെ ലോക്സഭയാവുമ്പോൾ കോൺഗ്രസിലേക്ക് പോകുന്ന കാഴ്ചയും അഥവാ UDFയിലേക്ക് പോകുന്ന കാഴ്ചയും ഇവിടെ കുറേ കാലമായിട്ട് കണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ്. എന്നാൽ CPM ഈ തെരഞ്ഞെടുപ്പിന് ശേഷം നടത്തിയ വിലയിരുത്തലിൽ ക്രിസ്തീയ വോട്ടുകളും അതേപോലെ തന്നെ ഈഴവ വോട്ടുകളും പാർട്ടിയിൽ നിന്ന് പോയി എന്ന് അവർ സമ്മതിക്കുകയുണ്ടായി. അതിനൊപ്പം അവർ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല മുസ്ലിം വോട്ടുകൾ ഈ പാർട്ടിയിൽ നിന്ന് അപ്പുറത്തെ പാർട്ടിയിലേക്ക് പോയി. അതിനവർക്ക് പേടിയാണ്. കാരണം സമസ്തയ്ക്കെതിരെ അവർ ഒന്നും പറയില്ല, ജമാഅത്തെക്കെതിരെ അവർ ഒന്നും പറയില്ല. വലിയ തോതിൽ തന്നെ മുസ്ലിം വോട്ടുകൾ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. മുസ്ലിം വോട്ടുകൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ പലസ്തീനെ അനുകൂലിച്ചുകൊണ്ട് പല റാലികളും മറ്റുമൊക്കെ നടത്തി, പരസ്യ പ്രതികരണങ്ങളും പ്രസംഗത്തിലുമൊക്കെ അവർ പരാമർശിച്ചു. എന്നിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിക്കാൻ വേണ്ടിയിട്ടും കോൺഗ്രസ് ഇന്ത്യയുടെ ഭരണത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടും ഇന്ത്യ മുന്നണി തിരിച്ചു വരാൻ വേണ്ടിയിട്ടും ആ വോട്ടുകളൊക്കെ ഒന്നാകെ UDFയിലേക്ക് പോവുകയുണ്ടായി. എന്നിട്ട് കൂടിയും ഒരക്ഷരം അതിനെപ്പറ്റി അവർ പറഞ്ഞില്ല. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ SNDPയെ പറ്റിയാണ്. SNDPയെ പറ്റി അവരുടെ സെക്രട്ടറി, അതായത് CPMൻ്റെ സെക്രട്ടറി അപ്പം ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്ന ഒരു പരാമർശം നോക്കൂ. SNDPയുടെ വർഗീയ നിലപാടിനെ ചെറുത്തു തോൽപ്പിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. SNDP എന്ത് വർഗീയ നിലപാടാണ് എടുത്തത് എന്ന് മനസ്സിലാവുന്നില്ല. ഇവരുടെ ഏതെങ്കിലും പോഷക സംഘടനയല്ല SNDP എന്നെങ്കിലും മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമോ ബുദ്ധിയോ പോലും ഇല്ലാത്ത വ്യക്തിയാണോ ഈ അപ്പം ഗോവിന്ദൻ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. SNDP എന്ത് നിലപാടും എടുത്തോട്ടെ, അതിൽ നിങ്ങൾക്കെന്താണ് കാര്യം എന്ന് മനസ്സിലാവുന്നില്ല. ഇനി SNDPക്കാരായിട്ടുള്ള ആളുകൾ CPMനോ അല്ലെങ്കിൽ BJPക്കോ കോൺഗ്രസിനോ വേണമെങ്കിൽ SDP നിൽക്കുകയാണെങ്കിൽ അവർക്കോ വോട്ട് കൊടുത്തോട്ടെ. അതൊക്കെ പറയാനും ചോദിക്കാനും CPMന് എന്ത് കാര്യം എന്ന് മനസ്സിലാവുന്നില്ല. SNDPക്കാരായിട്ടുള്ള ഈഴവരുടെ വോട്ട് കൊണ്ടാണ് ഒരുപക്ഷെ CPM നിലനിൽക്കുന്നത് തന്നെ. അതും മറന്നുകൊണ്ട് അവരുടെ മേൽ കുതിര കയറാൻ വേണ്ടി നോക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഇതേ ഗോവിന്ദൻ എന്തുകൊണ്ടാണ് സമസ്തയെ പറയാത്തത്? എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയെ പറയാത്തത്? നോക്കൂ, വടകരയിൽ പാർട്ടിയുടെ കോട്ടയായിട്ട് അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. ആ വടകരയിൽ പോലും അവരുടെ ഏറ്റവും ശക്തയായിട്ടുള്ള സ്ഥാനാർത്ഥി, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി റെക്കോർഡിട്ട്, അതായത് 60,000-ന് മുകളിൽ ഭൂരിപക്ഷം നേടിയ KK ശൈലജ എന്ന അവരുടെ സ്റ്റാർ സ്ഥാനാർത്ഥി വടകരയിൽ വന്ന് നിന്നിട്ട് പോലും 1,00,000 പരം വോട്ടിന് തോൽക്കുകയുണ്ടായി. അപ്പോൾ അവർക്ക് വടകരയിൽ മുൻകാലങ്ങളിൽ കിട്ടിക്കൊണ്ടിരുന്ന ഒരു വിഭാഗത്തിൻ്റെ വോട്ടൊക്കെ മൂടോടെ അപ്പുറത്തേക്ക് പോയി എന്ന് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. എന്നിട്ടും എന്തേ അവർക്കെതിരെ അല്ലെങ്കിൽ സമസ്തയ്ക്കോ ഈ ജമാഅത്തെ ഇസ്ലാമിക്കോ എതിരെ ഒരക്ഷരം പോലും പറയാത്തതിൻ്റെ കാരണം എന്താ? എന്തിനാണ് SNDPയുടെ മാത്രം നെഞ്ചത്തേക്ക് കയറുന്നത്? അല്ലെങ്കിൽ എന്തിനാണ് ക്രിസ്ത്യൻ സഭകളുടെ മാത്രം നെഞ്ചത്തേക്ക് കയറുന്നത്? അപ്പോൾ അവർക്ക് മുസ്ലിം സംഘടനകളെ പേടിയാണ്. അവർ കണ്ണുരുട്ടിയ നിക്കറെ മുള്ളുന്നവരാണ് ഈ പിണറായി വിജയനും അതേപോലുള്ള ഈ അപ്പം ഗോവിന്ദനുമൊക്കെ. എന്നിട്ട് തിരിച്ചൊന്നും പറയാത്ത, കാരണം അതിന് പല കാരണങ്ങളുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ CPMനെ തിരിച്ചു പറയാത്തതിന് പല കാരണങ്ങളുണ്ട്. അത് ബോധ്യമുള്ളതുകൊണ്ട് മാത്രമാണ് അവർ SNDPയുടെ നെഞ്ചത്തേക്ക് കയറുന്നത്. എന്നാൽ സമസ്തയുടെ നേരെ ചെന്നാലോ ജമാഅത്തെ ഇസ്ലാമിയുടെ നേരെ ചെന്നാലോ ഇതായിരിക്കില്ല സ്ഥിതി. ഒരുപക്ഷെ ഈ അപ്പം ഗോവിന്ദന് പൊന്നാനി വരെ ചിലപ്പം പോകേണ്ടി വന്നേക്കും. ആ ഒരു പേടി അവർക്ക് നന്നായിട്ടുണ്ട്. അതുകൊണ്ടാണ് SNDPയുടെ വർഗീയ നിലപാടിനെ ചേർത്ത് തോൽപ്പിക്കണം എന്ന ഡയലോഗ് ഈ MV ഗോവിന്ദൻ അടിച്ചിരിക്കുന്നത്. ഇനി SNDPയുടെ കാര്യം വിട്ടേക്കൂ. HDPI എന്നൊരു സംഘടനയുണ്ട്. ഈ HDPIക്കാരുടെ വിദ്യാർത്ഥി സംഘടന ക്യാമ്പസ് ഫ്രണ്ടെന്നും മറ്റുമൊക്കെയുണ്ട്. ഇവരൊക്കെ കൂടിയാണ് ഒരു SFI നേതാവിനെ, അഭിമന്യു എന്ന ഒരു ചെറുപ്പക്കാരനെ നട്ടപ്പാതിലേക്ക് വിളിച്ചു വരുത്തി കുത്തിക്കൊന്നത്. ആ സംഭവത്തിൽ പോലും വർഗീയത തുലയട്ടെ എന്ന വാക്ക് ഉപയോഗിച്ചതല്ലാതെ HDPI എന്നൊരു വാക്ക് പോലും പറയാൻ പേടിയുള്ള കൂട്ടരാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ. അപ്പോൾ പിന്നെ തിരിച്ചൊന്നും പറയാത്തവരുടെ നെഞ്ചത്ത് കയറുക എന്ന നയമാണ് ഇവിടെയും സ്വീകരിച്ചിരിക്കുന്നത്. നാണമുണ്ടോ ഈ കമ്മ്യൂണിസ്റ്റുകാർക്കെന്ന് ചോദിക്കാനുള്ളൂ. നിങ്ങളുടെ വോട്ട് ബാങ്കായിട്ടുള്ള 3 വിഭാഗത്തിൽ നിന്നും നിങ്ങൾക്ക് വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ 2 കൂട്ടരെ മാത്രമാണ് നിങ്ങൾ കുറ്റം പറയുന്നത്. ഒരു കൂട്ടരെ നിങ്ങൾക്ക് കുറ്റം പറയാൻ പേടിയാണ്. നട്ടലുണ്ടോ നിങ്ങൾക്കെന്ന് ചോദിക്കാനുള്ളൂ. തല ഉയർത്തി നടക്കണമെങ്കിൽ, നിങ്ങളുടെ അണികൾക്ക് മുന്നേ എങ്കിലും തല ഉയർത്തിപ്പിടിച്ച് അവരോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആർജവമുള്ളവരാണെങ്കിൽ ഇവരെ എല്ലാവരെയും ഒരുപോലെ കാണുകയും ഒരേപോലെ കുറ്റപ്പെടുത്താനും നിങ്ങൾ തയ്യാറാവുന്നുണ്ടോ? ഇല്ല എന്നാണ് ഉത്തരം. അതുകൊണ്ട് തന്നെയാണ് ഈ പാർട്ടി ഓരോ ദിവസവും
അധപതനത്തിൻ്റെ പാതാള കുഴിയിലേക്ക് വീണുകൊണ്ടിരിക്കുന്നത്.